പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തെരുവോരത്ത് ആരോരുമില്ലാതെ കിടക്കുന്നവരെ, നാറുന്ന വ്രണമുള്ള കുഷ്ഠരോഗികളെ, ഭക്ഷണമില്ലാത്തവരെ, പാർപ്പിടമില്ലാത്തവരെ ഒക്കെ ശുശ്രൂഷിക്കാനുള്ള തീഷ്ണത മദർ തെരേസയ്ക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? അക്രൈസ്തവനായ നവീൻ ചൗളയ്ക്കുണ്ടായ സംശയമാണ്. അത് വീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മദറിന്റെ ജീവിതത്തെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അതിരാവിലെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയോടുകൂടെയാണ് മദറിന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നതെന്ന് അറിഞ്ഞ നവീൻ ദേവാലയത്തിലേക്ക് രാവിലെ തന്നെ എത്തി. മദർ ദേവാലയത്തിലേക്ക് വരുന്നത് മുതൽ മദറിന്റെ ഓരോ ചലനവും ശ്രദ്ധയോടെ നവീൻ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. പരിശുദ്ധ കുർബാന ആരംഭിച്ചു. കാഴ്ചവെപ്പും എല്ലാം കഴിഞ്ഞ് കുർബാന സ്വീകരണത്തിന്റെ സമയമായി. പരിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയിലും അതിതീഷ്ണതയോടുകൂടെ പങ്കെടുത്തിരുന്ന, ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന, ആ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്ന മദർ തെരേസ വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു വരുന്നത് അത്ഭുതത്തോടുകൂടെ നവീൻ നോക്കി നിന്നു. നവീൻ എന്നിട്ട് ഇങ്ങനെ എഴുതുകയാണ്: മദർ തെരേസ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നത് വരെയുള്ള, അതായത് സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള മുഖത്തേക്കാൾ വ്യത്യസ്തതയോടുകൂടെയാണ് കുർബാന സ്വീകരിച്ച് തിരികെ വരുന്ന മദറിനെ ഞാൻ കണ്ടത് എന്ന്. ഓർമ്മയില്ലേ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യകാ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന ഭാഗം? അവിടെ വചനം എങ്ങനെയാണ് പറയുക? മറിയത്തിന്റെ അഭിവാദനം കേട്ട് എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എന്നിട്ട് അവിടെ ഒരു വലിയ പ്രവചനം നടത്തുകയാണ് എലിസബത്ത്. അതിങ്ങനെയാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആദ്യത്തെ സക്രാരയായ പരിശുദ്ധ കന്യകാമാതാവ് ഈശോയെ വഹിച്ചുകൊണ്ട് എലിസബത്ത് പുണ്യവതിയെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ മാറ്റമാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രവാഹം അവിടെ ഉണ്ടാകുന്നു. അവിടെ പരിശുദ്ധ കന്യകാമാതാവ് കർത്താവിൻ്റെ അമ്മയാണെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ ലോകത്തിന് മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നതും നമുക്ക് കാണാം. ഓരോ വിശുദ്ധ കുർബാനയും അത്ഭുതമാണ്. വിശുദ്ധരെ വിശുദ്ധരാക്കി മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച ഒന്നാണ് പരിശുദ്ധ കുർബാന എന്ന് ഓരോ വിശുദ്ധരെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: അതായത് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറയുന്നതിലൂടെ ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും യേശു നമ്മിൽ ഒന്നായി ചേരുന്നതിൻ്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ്, ഉത്തമമായിട്ടുള്ള തെളിവാണ് ഈ വചനത്തിലൂടെ യോഹന്നാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സഭയുടെ എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യവും പരിശുദ്ധ കുർബാനയിൽ ലയിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഇങ്ങനെ കൂടെ പറഞ്ഞു വയ്ക്കുന്നു: സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവൻ, അതായത് നമ്മുടെ പെസഹായായ ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളുടെ എല്ലാം അത്യുച്ച സ്ഥാനത്തിരിക്കുന്ന കൂദാശകളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാനയും ഓരോ ബലിയർപ്പണവും എന്ന് സാരം. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഒരു രംഗമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും വികാരാധീനമായിട്ടുള്ള ഒരു രംഗമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കേണ്ട ഭാഗങ്ങളിൽ ഒന്നാണെന്ന് അത് തോന്നിപ്പോകുന്നു. അതായത് അവിടെ വചനം പറയുക ഇങ്ങനെയാണ്: ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി. ഈ കൃതജ്ഞതാ സ്തോത്രത്തെക്കുറിച്ചും സഭയുടെ
പ്രബോധനത്തിൽ, കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തോടുള്ള നന്ദിയുടെ സൂചകമാണ് എന്നാണ്. കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഈശോ പറയുക, ഇത് എൻ്റെ ശരീരമാണെന്നാണ്. അതുപോലെ തന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ട് ഈശോ പറയുക, ഇത് എൻ്റെ രക്തം എന്നാണ്. നോക്കൂ, ഈ വചനഭാഗങ്ങളിലൊക്കെ ഈശോ പിന്നീട് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള പീഡാസഹനത്തിൻ്റെ മുഴുവൻ വേദന അടങ്ങിയിട്ടുണ്ട്. ഈ വേദനയുടെ ഒരംശമെങ്കിലും ഉൾക്കൊള്ളാനായാൽ പരിശുദ്ധ കുർബാനയിൽ അലക്ഷ്യമായി, അശ്രദ്ധമായി പങ്കെടുക്കാൻ നമുക്കാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 1 കൊറിന്തോസ് 11 അധ്യായം 27-28 വാക്യങ്ങളിൽ വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. വിശുദ്ധിയോടുകൂടെ മാത്രം ബലിയർപ്പിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ വചനഭാഗമാണ് ഇത്. തുടർന്ന് ഇങ്ങനെ കൂടെ പറഞ്ഞു വെക്കുന്നു: നിങ്ങളിൽ ചിലർ രോഗികളും ദുർബലരും ചിലരൊക്കെ മരിച്ചു പോയതിനും കാരണം അയോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിച്ചതിനാലാണ്. അതിനാൽ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയുടെ ആധ്യാത്മിക സമ്പത്തായ ക്രിസ്തു അടങ്ങിയിരിക്കുന്ന വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടും ഏറ്റവും വിശുദ്ധിയോടും ഏറ്റവും ഒരുക്കത്തോടും കൂടെ നമുക്ക് സ്വീകരിക്കാം. അതിനായി ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിതാന്തമായിട്ടുള്ള ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെ കടമയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് 3 കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് സഭാമാതാവ് നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു. 1. പരിശുദ്ധ കുർബാന പിതാവായ ദൈവത്തോടുള്ള കൃതജ്ഞതാ പ്രകാശനമാണ്. 2. പരിശുദ്ധ കുർബാന പുത്രനായ ദൈവത്തിൻ്റെ യാഗത്തിന് ഓർമ്മയാണ്. 3. പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവിനാലും വചനത്താലുമുള്ള അവിടുത്തെ സാന്നിധ്യമാണ്. വിശുദ്ധ മദർ തെരേസായ്ക്ക് അവരുടെ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ചാലകശക്തിയായി പരിശുദ്ധ കുർബാന മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും, കുടുംബജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ, ദൈവവിളിയിൽ ഒക്കെ പരിശുദ്ധ കുർബാന ഒരു ചാലകശക്തിയായി മാറാൻ പൂർണ്ണമായ ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, ആത്മസമർപ്പണത്തോടെ ഓരോ ബലിയർപ്പിക്കാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുമായിട്ടുള്ള തീരുമാനം നമുക്കെടുക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.